ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. സൗദാസ് ദുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ചെടി നമ്മുടെ ടെൻട്രോബിയത്തിൻ്റെ കുറച്ച് തൈകൾ വന്നിട്ടുണ്ട്. ഇതിൽ കാണുന്ന എല്ലാ ഫ്ലവറിങ്ങിൻ്റെ ചെടിയും കയ്യിലുണ്ട്. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ DM ചെയ്യുക. നല്ല വലിയ ചെടിയാണ്. നിങ്ങൾ കാണുന്നുണ്ടോ? 4 ഷൂട്ടുണ്ട്, 3 ഷൂട്ടുണ്ട്, 2 ഷൂട്ടുണ്ട്. ഓരോ കളറിനും ഓരോന്ന് കേട്ടോ. ഇതിൽ എത്ര ഷൂട്ടാണ്? ഇതിൽ 4-5 ഷൂട്ടുണ്ട്. അപ്പം നമ്മളെ വാട്സപ്പ് നമ്പർ ഇവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ വേഗം DM ചെയ്യുക. 1-2 മാസം കൊണ്ട് ഫ്ലവറിങ് ആവാനായ ചെടിയാണ്. പെട്ടെന്ന് നല്ല വളങ്ങൾ ചെയ്യുക. നിങ്ങളെ കയ്യിൽ ചെടി കിട്ടിയിട്ട് 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം വളം ചെയ്യുക. കണ്ടില്ല? ഭയങ്കര തിക്കോട് കൂടിയിട്ടൊക്കെ കേട്ടോ. വലിയ പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു തൈക്ക് വില വരുന്നത് 150 രൂപ കേട്ടോ. ഏത് ഫ്ലവറിങ്ങാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്പറിലുള്ള ഫോട്ടോ, പൂക്കളെ ഫോട്ടോ വെച്ചിട്ട് വാട്സപ്പ് ചെയ്യുക കേട്ടോ. കണ്ടില്ലേ? ഫോട്ടോസൊക്കെ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഇതൊക്കെയാണ്. ഇത് പെട്ടെന്ന് പൂക്കണം എന്നുണ്ടെങ്കിൽ മുറ്റത്ത് മരം ഉണ്ടെങ്കിൽ മരത്തിൽ കെട്ടിയൊക്കെ, അല്ലെങ്കിൽ ഹാങ് ചെയ്യുകയാണെങ്കിൽ വളങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ വെള്ളത്തിലിങ്ങനെ മുക്കി വെച്ചാലും മതി. അല്ലെങ്കിൽ വെള്ളത്തിൽ വളർത്തിയാൽ ഏറ്റവും നല്ലതാണ് ടെൻട്രോബിയം ഓർക്കിഡ് കേട്ടോ. വെള്ളത്തിൽ വളർത്തിയാൽ പെട്ടെന്ന് ഷൂട്ടും വരും. ഒരാഴ്ച വെച്ചിട്ട് പിറ്റത്തെ ആഴ്ച വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കുക. ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ ചെടികളൊക്കെ വളർത്തുന്നത്. ടെൻട്രോബിയം ഞാൻ ബിസിനസ് ചെയ്ത ഫസ്റ്റത്തെ ചെടി തന്നെ ടെൻട്രോബിയം ഓർക്കിഡാണ്. രണ്ടാമത് ചെയ്തത് അഗ്ലോണിമയാണ്. ഇപ്പോഴും രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ അഗ്ലോണിമൻ്റെ ഒരു കോംബോ ഇൻഷാല്ലാ അടുത്ത് തന്നെ ഒരു വീഡിയോ ഇടുന്നതാണ്. അപ്പം ഇത് കയ്യിൽ കിട്ടിയാൽ നടുമ്പം ഇതിൻ്റെ ഉള്ളത്തെ ചെറിയ ചറ്റ് ഒഴിവാക്കുക. ചകിരി ഉണ്ടാവും, ചെറിയ ചെറിയ പീസ്. അത് പഴയതാണ്. അത് ഒഴിവാക്കിയിട്ട് പുതിയത് വെക്കണേ. ഞങ്ങൾക്ക് 3 വർഷത്തേക്ക് പിന്നെ പോട്ട് മാറ്റേണ്ടി വരില്ല. ഇങ്ങോട്ട് ഒരു ദിവസം വെള്ളത്തിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ചെടി കുഴിച്ചിടുക. 2 ആഴ്ച കഴിഞ്ഞിട്ട് NPK പോലത്തെ വളങ്ങൾ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ മീൻ വാങ്ങുമ്പോൾ കഴുകണ വെള്ളം ശേഖരിക്കുക, അരി കഴുകണ വെള്ളം ശേഖരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് നല്ലതായിട്ട് തോന്നുന്നത് ചെയ്യുക. ഞാൻ ഒരുപാട് വീഡിയോ ഓർക്കിഡിൻ്റെ ചെയ്തിട്ടുണ്ട്, ഫ്ലവറിങ് വരാനൊക്കെ. ഒരുപാട് വെറൈറ്റികൾ ഓർക്കിഡ് കയ്യിലുണ്ട് കേട്ടോ. വേണമെന്നുള്ളവർ വേഗം വാട്സപ്പിൽ DM ചെയ്യുക. ഇതിൽ കാണുന്ന എല്ലാ ഫോട്ടോയിലുള്ള ചെടിയും നമ്മളെ കയ്യിലുണ്ട്. ഇതൊക്കെ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു ഭംഗിയാണെന്നറിയോ. വീട്ടിൽ വേറൊരു ഫ്ലവറിങ്ങും വേണ്ട. ഓർക്കിഡും ആന്തൂറിയും ഒക്കെ കയ്യിലുണ്ടെങ്കിൽ, ഗ്രൗണ്ട് ഓർക്കിഡ് അങ്ങനത്തെ കുറച്ച് ചെടികൾ വളർത്തുകയാണെങ്കിൽ ഇത്ര മതി. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ